ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അപ്പാപ്പൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ്. സാൽമൺ ഫിഷാണ് കേട്ടോ. അപ്പോൾ അപ്പാപ്പൻ്റെ സ്റ്റൈലിൽ നല്ലൊരു വെറൈറ്റി ഫിഷ് കറിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇങ്ങനെ സ്വീഡൻ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഫിഷ് കിട്ടി, സാൽമൺ ഫിഷ്. ഒരു നാടൻ ഫിഷ് കറി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ്. ഫിഷ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മീനൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ പുറത്ത് നല്ല കാറ്റായിരുന്നുകൊണ്ട് നമ്മുടെ കുക്കിംഗ് വീടിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊടികളുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കടുകും ഉലുവയൊക്കെ ഇടുകയാണ്. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് സവോള. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളകൊക്കെ പോയി ഒരുമാതിരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടി ഇടാൻ പോവുകയാണ്. ഇനി പൊടി ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി ടൊമാറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ്. സ്റ്റൗ ഒന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും സ്റ്റൗ ഓണാക്കി നമ്മൾ ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഒരുമാതിരി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുടംപുളി ഇടുകയാണ്. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മസാല എല്ലാം മീനെ നല്ലപോലെ പിടിച്ച് നല്ല സെറ്റാകും. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് മീൻ വെന്ത് കഴിയുമ്പോൾ കുറച്ച് പൊടിക്കൈകൾ കൂടെ ഉണ്ട്. അത് ആ സമയത്ത് പറയാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫൈനൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കറിവേപ്പില ഇടുക, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പം മീൻ കറി നമ്മുടെ റെഡിയാവും. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ കറി ഫിനിഷ് ചെയ്യുകയാണ്. നമ്മുടെ കറി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, അടിപൊളി. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ. സംഭവം കിടിലനാണ് കേട്ടോ. ജിജാപ്പാവൻ എക്സ്പേർട്ടാണ്, ഞാൻ വെറുതെ പറയുന്നല്ല. ഇപ്പം ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോൾ കിടിലാവും. ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അതുകൊണ്ട് ജിജാപ്പാവിൻ്റെ മീൻകറിയും കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ജസ്മി എങ്ങനെയുണ്ട്? ഇടുവാണോ? സൂപ്പറാണോ? കുഞ്ഞപ്പാ എങ്ങനെയുണ്ട്? ജമ്മി ജിജാപ്പാ അടിപൊളി കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ചു ഓൾറെഡി. സൂപ്പർ മീൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.